Hey guys, it's me, Andy Rada. Welcome to my YouTube vlogs. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് യമഹ R3 ആണ്. 2016 മോഡലാണ്. നമ്മൾ BS3 വേർഷൻ. നമ്മൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽഡ് റിവ്യൂ പോലെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഈ വണ്ടി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ ഫുള്ളി മോഡിഫൈഡ് ആണ്. വൺ ആൻഡ് ഓൺലി ഇൻ കേരള എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ഇതിൽ പണിതിട്ടുള്ളൊരു യമഹ R3 ആണ്. നമ്മൾ ഫ്രണ്ട് ബേസ് തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് ഗ്രേയിലോട്ടാണ് നമ്മൾ കളർ തീം കൺവേർട്ട് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ആ രീതിയിൽ നമ്മൾ ഇൻഡോനേഷ്യൻ സ്പെക്കിലോട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്തത്. ആ രീതിയിലുള്ള ലുക്കാണ് നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ബബിൾ വൈസർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടറാണ്. പിന്നെ നമ്മൾ നോക്കാനാണെങ്കിൽ നമ്മളൊരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് സിസ്റ്റം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ബെൻ പൈപ്പ് ഫ്രം തായ്ലാൻഡ് ആണ്. എക്സോസ്റ്റ് റെപ്ലിക്കാണ് യമഹ വെച്ചിട്ട് ബാക്കിൽ ഒരു സീറ്റ് കൗൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇനീഷ്യൽ ആൻഡ് പെർഫോമൻസ് സൈഡിലോട്ട് നമ്മൾ നോക്കാനാണെങ്കിൽ നമ്മൾ ഇതിൽ മെയിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന പവർട്രോണിക്സിൻ്റെ V4 വേർഷനാണ്. ആൻഡ് ഫ്യൂലെക്സ് പ്രോ പ്ലസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുംബൈ വണ്ടിയിൽ നമുക്ക് ഇനീഷ്യൽ ഭയങ്കര ഒരു പെർഫോമൻസ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പവർട്രോണിക്സ് ആൻഡ് ഫ്യൂലെക്സ് പ്രോ പ്ലസ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട് റേസ് ഡൈനാമിക് ബാംഗ്ലൂരിൽ നിന്നാണ്. പിന്നെ നമ്മൾ ഇതിൽ സ്റ്റോക്ക് സൈസ് വരുന്നത് 110, 150 സൈസാണ് നമുക്ക് ടയർ സൈസ് വരുന്നത്. അത് ഞാൻ അത്യാവശ്യം അപ്സൈസ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റേതായിട്ടുള്ളൊരു കംഫർട്ടിന് വേണ്ടി ഞാൻ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. ബാക്ക് 160 ആൻഡ് ഫ്രണ്ട് 120 ആണ്. A1 എന്ന് പറഞ്ഞ ടയറാണ് ബാക്ക് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അതൊരു അത്യാവശ്യം ഇത് പ്യുവർ പെർഫോമൻസ് ടയറല്ല, എന്നൊരു ടൂറിംഗ് ഒരു ലീഗ് വന്ന ടയറാണ്. ഫ്രണ്ട് വരുന്നത് മെറ്റ്സലൻ്റെ M9RR ആണ്. അത് സോഫ്റ്റ് കോമൺ ടയറാണ്. അത്യാവശ്യം നല്ലതാണ്. ഞാൻ എൻ്റെ ഒരു യൂസിനനുസരിച്ചുള്ള ടയറാണ് ഞാൻ ഇതിൽ അപ്സൈസ് ചെയ്തേക്കുന്നത്. അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് മൈലേജ് ഡ്രോപ്പോ ടോപ്പിൻ്റെ എന്തെങ്കിലും ഡ്രോപ്പായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഞാനത് നോക്കിയിട്ടാണ് എന്തും ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. അത് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ പക്കയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞത്. കൂടുതൽ നമ്മൾ ഈ വണ്ടി കമ്പയർ ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കമ്പാരിസൺ നടക്കുന്നത് ഈ വണ്ടി KTM 390s ആയിട്ടാണ്. ഐ ആം എക്സ് ഓണർ ഓഫ് KTM 390. എനിക്കൊരു 5 or 6 KTM 390 എന്ന് പറയുമ്പോൾ ഡ്യൂക്ക് 390 ആൻഡ് RC 390 ഉള്ള വ്യക്തിയാണ് ഞാൻ. കൂടുതൽ മോഡൽ പറഞ്ഞാൽ 2014-15 ആണ് BS3. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് 2 വണ്ടി യൂസ് ചെയ്തതിൻ്റെ ഒരു ഞാൻ ഓണർഷിപ്പ് റിവ്യൂ പോലെ പറഞ്ഞുതരാം. 390 നമ്മൾ ഫസ്റ്റ് നോക്കാനാണെങ്കിൽ നമുക്ക് നല്ല ടോർക്ക്, നല്ല പെർഫോമൻസ് ആണ് ഇനീഷ്യൽ നമുക്ക് കിട്ടുന്നത്. അത് യമഹ R3 നോക്കാനാണെങ്കിൽ ഇനീഷ്യൽ വളരെ മോശമാണ്. സത്യമാണ്. മൈലേജും വളരെ മോശമാണ്. മൈലേജ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 14 to 20 ആണ്. അതാണ് സത്യം പറഞ്ഞാൽ ഉള്ള മൈലേജ് നമുക്ക് യമഹ R3 കിട്ടുന്നത്. അതേസമയം നമ്മൾ ഡ്യൂക്ക് 390 അല്ലെങ്കിൽ RC 390 നോക്കാനാണെങ്കിൽ 20 to 25 വരെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മെയിൻ്റെനൻസ് ബേസിലോട്ട് നോക്കാനാണെങ്കിൽ ഒരു സിമ്പിൾ വേ ഞാൻ പറയാം. ഞാൻ എൻ്റെ ഒരു RC 390 ഡ്യൂക്ക് 390 ഒരു നോർമൽ ഒരു ജനറൽ ഫുൾ സർവീസ് ചെയ്യാൻ ഒരു 6K റേഞ്ചിൽ എനിക്ക് മുതലാവാറുള്ളൂ. അത്രയും എൻ്റെ പോകാറുള്ളൂ. ഈ വണ്ടിയിലോട്ട് വരാനാണെങ്കിൽ 11K ആണ് എനിക്ക് സർവീസ് കോസ്റ്റ് വന്നത്. അങ്ങനെയുള്ള എക്സ്പെൻസ് ഉണ്ട്. പിന്നെ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ അതിൻ്റെതായുള്ള ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലുള്ള എല്ലാ സാധനങ്ങൾക്കാണ് അതിൻ്റേതായുള്ള ക്വാളിറ്റി ഉണ്ട്. പെട്ടെന്ന് സാധനങ്ങളൊന്നും പോകില്ല. അതിന് പോക്കറ്റിനാണെങ്കിലും 14 രൂപ 10 രൂപ ആ റേറ്റിൽ വരുന്നുണ്ട്. ബ്രേക്ക് പാഡ്സിനാണെങ്കിൽ റേറ്റ് ഉണ്ട്. റേറ്റ് അത്യാവശ്യമാണ്. അത് കാര്യം എന്ന് വെച്ചാൽ ഇൻലൈറ്റും ആണ്. പിന്നെ യമഹ R3 ആണ്. നോർമൽ അല്ല, കുറച്ചുകൂടെ പെർഫോമൻസ് ആയിട്ടുള്ള വണ്ടിയുണ്ട്. അതിൻ്റേതായുള്ള മെയിൻ്റെനൻസ് ഈ വണ്ടിയിലുണ്ട്. ഇനി നമ്മൾ പെർഫോമൻസ് ആയിട്ടുള്ള വരാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ കമ്പാരിസൺ നടക്കാൻ ഞാൻ പറഞ്ഞത് 390s ആണ്. അതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറയുന്നത് നമ്മുടെ യമഹ R3 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വളരെ കുറവായിട്ടുള്ളൊരു വണ്ടിയാണ് യമഹ R3. ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമുക്ക് ഇനീഷ്യൽ ഫുള്ള് വളരെ മോശമാണ്. സത്യം പറയാനുള്ളൂ, വളരെ മോശമാണ്. ഇപ്പം എൻ്റെ വണ്ടി ട്യൂൺഡാണ്. അല്ലാണ്ടുള്ള കാര്യം പറഞ്ഞാൽ വണ്ടി ഇനീഷ്യൽ നമ്മൾ 390 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 4th ഗിയർ നമുക്കങ്ങനെ കാണാൻ പറ്റാറില്ല. തന്നെ കുറച്ച് പാടാണ് നമുക്ക് ആ വണ്ടിയായിട്ട് ഒന്ന് പിടിച്ചെത്താൻ. പക്ഷേ 4 to മേലോട്ട് നോക്കാനാണെങ്കിൽ 390 ഈസി ആയിട്ട് നമുക്കിത് വെച്ച് നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. ആ ഒരു രീതിയിലുള്ള പവറാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ റിഫൈൻമെൻറ്റ്, അതാണ് ഇതിൻ്റെ പോസിറ്റിവിറ്റി. റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 390 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ 390 നെഗറ്റിവിറ്റി ഉണ്ട്. നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ഭയങ്കര ഹീറ്റിങ്, പിന്നെ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാനാണെങ്കിൽ പിന്നെ ആ വണ്ടി ലോങ് റൈഡിനോ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും അത്രയും പോരാന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയാം. ഈ ആ ഒരു രീതിയിലോട്ട് വരുമ്പോൾ ഇതിന് ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല. ആൻഡ് ഒരു ടൂറിങ് കംഫോർട്ട് പക്കയാണ്. നമുക്ക് ഇത് പിന്നെയാണ് എവിടെ വേണമെങ്കിലും പോകണമെങ്കിൽ നല്ല കംഫോർട്ടുള്ളൊരു വണ്ടിയാണ്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ക്ലീൻ, അതിന് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ നമ്മൾ പെർഫോമൻസ് ചെയ്യാൻ പറഞ്ഞല്ലോ. പെർഫോമൻസ് ആയിരുന്നു ഇതാണ് സത്യം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ 390s ഓണേഴ്സിനോട്ട് നോക്കിയാൽ അവർ സത്യാവസ്ഥ പറയും. അവർക്കറിയാം സ്പെക് ബേസ് ചെയ്തതാണ്. പക്ഷേ നമ്മളിത് ഏറ്റുപിടിക്കണമെന്ന് പറഞ്ഞാൽ
കുറേ 390 PR വർക്ക് ചെയ്യുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അവരാണ് ഈ വണ്ടിനെ ഇത്ര ഹൈപ്പ് ചെയ്തത്. R3 തൊടുത്തില്ല ഡ്യൂക്കിനെ, അത് അങ്ങനെയാണ്. അവർക്ക് വണ്ടി R3 ഒരാൾ ഓടിച്ചിട്ടുണ്ടാവില്ല ഫസ്റ്റ് ഓഫ് ഓൾ. ഇത് R3 ആയിട്ട് ഒരു ഡ്രാഗിൻ്റെ വീഡിയോ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അതാണ് മെയിൻ അവരുടെ ഇഷ്യൂ. ഇത് പിന്നെ മെയിൻ ചെയ്യുന്നത് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഒരിക്കലും യമഹ R3 ഡ്യൂക്കിനെ അടിക്കില്ല എന്ന് അവരടിച്ച് ആക്ഷേപിക്കുകയാണ്. അപ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ്സ് ഇല്ല. അപ്പോൾ ആദ്യം അതാണ് മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 390 ബെസ്റ്റ് ഓൾവേസ് ഞാനത് പറയുകയാണ്. 390 ബെസ്റ്റ് ആണ് നമുക്ക് ആർക്കും അറിയാം. ആ ഒരു രീതിയിൽ ആ ഒരു സ്പെക്കിൽ സിംഗിൾ സിലിണ്ടറിൽ അത്രയും പെർഫോമൻസും അത്രയും മൈലേജും ലോ മെയിൻ്റെനൻസും തന്നൊരു വണ്ടി നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലില്ല, അങ്ങനെ പറയാലോ. അത് അതിനുള്ള വണ്ടിയുണ്ട്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഓണർഷിപ്പ് റിവ്യൂ പറയാനാണെങ്കിൽ ഞാൻ ഈ വണ്ടിയിലോട്ട് വന്നതിന് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എന്നുവെച്ചാൽ ഞാൻ 390 എന്നാണ് ഞാൻ നേരെ ഇതിലോട്ട് എനിക്ക് ഓൾറെഡി നിഞ്ചി ഉണ്ടായിരുന്നു. 390 വന്നപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ഒരു ഡ്രീം ബൈക്കായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇതെൻ്റെ ഡ്രീം ബൈക്കാണ്. ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് വാങ്ങിച്ചൊരു വണ്ടിയാണ്. അതുപോലെ ഞാൻ അമ്മ അതിൽ പൈസ ഇതിൽ മുടക്കിയിട്ടുണ്ട്. അതിൽ എനിക്കൊരു റിഗ്രറ്റും ഇല്ല. ഈ വണ്ടി ഞാൻ ഓൺ ചെയ്തതിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. എന്നുവെച്ചാൽ ഇത് ഇതിൻ്റെ ആ ഒരു മുതലുണ്ട് സാധനം. കാരണം വെച്ചാൽ ഇത് റെയറാണ്. അതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞത്. ഭയങ്കര റെയറാണ്. നമുക്കിപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ പോയി, കേരള അല്ല നമ്മളിപ്പോൾ എറണാകുളം തന്നെ കൊണ്ടുപോയിക്കോ. നമ്മൾ എറണാകുളത്ത് നോക്കാനാണെങ്കിൽ ഇപ്പോൾ ഒരു 390 എന്നൊക്കെ പറഞ്ഞാൽ 390 അല്ലെങ്കിൽ വേറൊരു സെഗ്മെൻറ്റിൽ ഒരു വണ്ടി നോക്കിയാൽ ഒരു 500-600 വണ്ടി എറണാകുളത്ത് തന്നെ ഉണ്ടാവും. അതിനെ സംബന്ധിച്ച് നമ്മൾ യമഹ R3 കൺവേർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എറണാകുളത്ത് ഐ തിങ്ക് ഒരു 15 വണ്ടി മാക്സിമം യമഹ R3 അതാണ് ഇതിൻ്റെ യൂണിക്നെസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വണ്ടിയിലോട്ട് പോകാൻ തന്നെ കഴിയും. ഭയങ്കര റെയറാണ്. പിന്നെ വണ്ടിയുടെ മാർക്കറ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുന്ന ഒരു സമയമാണ് യമഹ R3. ആ രീതിയിൽ നോക്കാനാണെങ്കിൽ വെരി സാറ്റിസ്ഫൈഡ്.